ഹലോ, അസ്സലാമു അലൈക്കും. 3 hours വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്നത്തെ ദിവസം എന്താണ് ഉണ്ടാക്കിയത് നോക്കാം. ഇന്ന് രാവിലെ മോന് സ്കൂളിൽ പോകണമായിരുന്നു. അപ്പം വെള്ളാപ്പത്തിന് അരി പോത്തിയപ്പോൾ ചോറില്ല. അതുകൊണ്ട് എന്താക്കി, നമ്മൾ പുതിർത്തിയിട്ട് വെച്ച് 2-3 മണിക്കൂർ പുതിർത്തി വെച്ചിട്ട് രാത്രി 2-3 സ്പൂണ് പത്തിൽ പൊടി ഉണ്ടല്ലോ, ആമീസ് പൊടി, അതെടുത്ത് കലക്കിയിട്ട് ഒരു 3 സ്പൂൺ എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളവും പുറന്ന് കലക്കിയിട്ട് കുറുക്കിയിട്ട് ഈ അരി കഴുകി മിക്സിയിലിട്ടിട്ട് അതിൻ്റെ കൂടെ ഇതും ഇട്ട് ചൂടോടെ കുറച്ച് 1/2 സ്പൂൺ ഈസ്റ്റും ഇട്ടിട്ട് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് അരച്ച് വെച്ചു. പഞ്ചസാര വേണമെങ്കിൽ ഇട്ടാൽ മതി, ഞാൻ ഇട്ടിട്ടില്ല. 1 സ്പൂണ് പഞ്ചസാര ഇട്ട് അരച്ച് വെക്കാം. നിങ്ങൾ ചോറില്ലാത്തപ്പോൾ എന്താക്കുക, 1 കപ്പിന് 3 വലിയ സ്പൂണ് പിന്നെ നമ്മൾ പത്തിൽപ്പൊടി ആമീസ് പൊടി ഇട്ടിട്ട് ഒരു കപ്പ് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടാക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അര ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഇവിടെ ഒമാനിലൊക്കെ തേങ്ങാപ്പൊടി കിട്ടുമല്ലോ, അങ്ങനെ തേങ്ങാപ്പൊടിയും കുറച്ച് 1/2 കപ്പ് തേങ്ങാപ്പൊടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് വേണ്ട, നമുക്ക് 1/4 കപ്പ് തേങ്ങാപ്പൊടി മതി, കുറേ വേണ്ട. എന്നിട്ട് അരച്ച് വെക്കാം. അരച്ചിട്ട് മൂടിയിട്ട് വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്ക് അത് പൊങ്ങിക്കോളും. പിന്നെ രാവിലെ അതെടുത്ത് പിന്നെ ഒരു ഉരുളയ്ക്ക് മുറിച്ചിട്ട് അതിന് വെള്ളപ്പത്തിന് നമുക്ക് ഒഴിച്ചു കൂട്ടാൻ കറി വേണമല്ലോ. അപ്പോൾ എന്താക്കി, ഒരു ഉരുളക്കിഴങ്ങും ഒരു ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുളക്കിഴങ്ങ് എന്താക്കി വേവിപ്പിക്കാൻ വെച്ചു. എന്നിട്ട് കുറച്ച് ഒരു മുറി തേങ്ങയുടെ കട്ടിപ്പാലെടുത്തിട്ട് പിന്നെ ഇതിന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ കടുകും മുളകും പിന്നെ കായ്മുളകും കറിവേപ്പിലയും വെള്ളുള്ളിയും ഇട്ടിട്ട് വറുത്തിട്ടാൽ നമ്മളെ കറി റെഡിയാണ്, സ്റ്റൂ ആയി. വെന്ത് ഉടച്ച് കൊടുത്താൽ മതി. ഓക്കെ, വെള്ളാപ്പത്തിൻ്റെ അരി പൊന്തിയിട്ടുണ്ട്. അപ്പം കുറച്ച് ഉപ്പിട്ട് കലക്കിയിട്ട് നമുക്ക് ചൂടാം. അങ്ങനെ ഉണ്ടാവും നോക്കാം. ചുട്ടിട്ട് വെള്ളാപ്പം ശരിയായിനോ ഇല്ലയെന്ന് നോക്കണമല്ലോ. അപ്പം അങ്ങനെ നോക്കാം. നല്ല പൊങ്ങിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് മോന് സ്കൂളിൽ 1/2 മണിക്കൂർ കൊണ്ട് ഇതൊക്കെ റെഡിയാക്കാൻ പറ്റും. നമുക്ക് വേഗം വെള്ളപ്പം ചുട്ട് സ്റ്റൂ ഉണ്ടാക്കാം. എണീച്ചോളും. ഇതപ്പോൾ തേങ്ങാപ്പാലിനാണ് ഞാൻ തേങ്ങ ഇടുന്നുണ്ട്. അരമുറി തേങ്ങ ഇട്ടിട്ട് പാലെടുത്തിട്ട് നമുക്ക് അതിൽ ഒഴിച്ച് കൊടുക്കാം. വറുത്തിടേണ്ട മുളകും വെള്ളുള്ളിയും കറിവേപ്പിലയും ഇട്ട് നമുക്ക് സ്റ്റൂവിന് വറുക്കാൻ ആവശ്യമായ സാധനമാണത്. തേങ്ങാപ്പാലിൽ ഇതിങ്ങനെ വേവിപ്പിച്ച് ഉടച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാലിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, വെള്ളപ്പം അപ്പോഴത്തേക്ക് ഞാൻ ചുടുന്നുണ്ട്. ഞാൻ ചുടുമ്പോഴേക്ക് അപ്പോൾ തേങ്ങാപ്പാലെടുത്തിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അപ്പോഴത്തേക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്ത് കടുവും മുളകിലിട്ട് പൊട്ടിച്ചിട്ട് അതിൽ ഒഴിച്ച് കൊടുത്താൽ നമ്മളെ സ്റ്റൂ റെഡിയായി. അഥവാ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കട്ടി പാലെടുത്തിട്ട് ഒരു ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയിട്ടെല്ലാം വഴറ്റിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ ആക്കുകയും ചെയ്യാം. മസാലപ്പൊടിയും കുരുമുളകും എല്ലാം ഇട്ടിട്ട് ഇതുപോലെ തന്നെ ആക്കിയാൽ ഉരുളക്കിഴങ്ങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അഥവാ കറിയൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ആക്കിയാലും മതി. അപ്പം നമുക്ക് രാവിലെ വേഗം അരി പുതിർത്തിട്ട് ഇങ്ങനെ ആക്കി വെച്ചാൽ 1/2 മണിക്കൂർ കൊണ്ട് എല്ലാം ആയി റെഡിയായി. പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് നമ്മളെ പണി കഴിയും, പെട്ടെന്ന് പണി കഴിയും.
വെള്ളപ്പം ശരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ചുട്ട് കാണിച്ചത് ഇതിൽ കാണിക്കുന്നുണ്ട്. വെള്ളപ്പം അധികം സോഫ്റ്റുമില്ല അധികം ഉരവും ഇല്ലാണ്ട് നല്ല വെള്ളപ്പം ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ അഥവാ ചോറില്ലെങ്കിൽ ഇതുപോലെ ആക്കി നോക്കിയാലും മതി. നല്ല വെള്ളപ്പം ആകുന്നുണ്ട്. പെട്ടെന്ന് പണിയും തീരും. അരി പുതിർത്ത കഴുകിയിട്ട് മിക്സിയിലിടുക. പിന്നെ 3 സ്പൂണ് ആമീസ് പൊടി എടുക്കുക, പിന്നെ കുറുക്കിയെടുക്കുക, അതിലൊഴിക്കുക, തേങ്ങാപ്പൊടി ഇടുക. ഗൾഫിലുള്ളവർക്കെല്ലാം പെട്ടെന്ന് ഈസിയാണ്. തേങ്ങാപ്പൊടി ഇട്ട് ഈസ്റ്റ് ഇട്ട് അരച്ച് വെക്കുക. കണ്ടോ, നല്ല നേരെ വെള്ളപ്പായി. വെള്ളപ്പം ചട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഇല്ലാന്ന് ചൂടല്ല. അപ്പം നല്ല വെള്ളപ്പം കൊണ്ട് കരട്ടിന് ഒരേ വലുപ്പത്തിൽ കിട്ടും. കണ്ടോ, അങ്ങനെ വെള്ളപ്പം ചുട്ട് ഇന്നത്തെ രാവിലത്തെ വിശേഷം ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് ഉച്ചക്കത്തെ വിശേഷം എന്താണെന്ന് നോക്കാം. ഉച്ചക്ക് ഇതാ കുറേ നെത്തോലി ഉണ്ടായി. ആ നെത്തോലി മുറിക്കാൻ കുറേ സമയമെടുത്തു. നുള്ളിയിട്ട് കൈകൊണ്ട്. എന്നിട്ട് പിന്നെ മുളകിട്ട് അത് പകുതി എടുത്തിട്ട് മുളകിട്ട് പകുതി ഞാൻ ഫ്രൈ ചെയ്ത് പിന്നെ ക്യാരറ്റും വറുത്ത്. അങ്ങനെ ഉച്ചക്കത്തെ വിശേഷം. രാത്രി പിന്നെ കാര്യമായിട്ട് നമുക്ക് കറിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോഴത്തേക്ക് ചോറുണ്ടാവും, കറി ഉണ്ടാവും. പിന്നെ ഇപ്പം ഞാൻ പിന്നെ മോൻ്റെ ഭാര്യയൊക്കെ ഇപ്പം നാട്ടിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് ആളില്ല. ഞാനും മോൻ്റെ ഒരു കുട്ടിയും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹസ്ബൻഡ് ഷുഗർ ആയതുകൊണ്ട് ചോറൊന്നുമില്ല. അപ്പം എന്താക്കി ഒരു അരക്കപ്പ് റവ വെച്ചിട്ട് കുറച്ച് സമയം പുതിർത്തി വെച്ചിട്ട് അതിൽ തന്നെ ആട്ടി വിട്ട് ഉപ്പിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്ത് എന്നിട്ട് ദോശ ചുട്ട് കൊടുത്തു. മിക്സാക്കിയിട്ട് അരച്ചെടുക്കും. പിന്നെ അപ്പം നമ്മൾക്ക് ഗോതമ്പ് പൊടി മാത്രമാകുമ്പോൾ ഒരു സോഫ്റ്റായി പോകുമല്ലോ. കുറച്ച് അമിതാകുമ്പോൾ കുറച്ച് ഉരത്തെ കിട്ടും നമുക്ക്. അങ്ങനെ സോഫ്റ്റ് ആവില്ല. അങ്ങനെ മിക്സിയിൽ അരച്ചെടുത്ത് ദോശ ചുട്ട് കൊടുത്ത് മുളകിട്ടയും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ ദോശ ചുട്ടാൽ. അപ്പം അതാണ് നമ്മളെ ഉച്ചക്കത്തെ വിശേഷം. രാത്രി പിന്നെ ഈ ദോശയൊക്കെ ഉണ്ടാവും. അങ്ങനെ പിന്നെ പ്രത്യേകം രാത്രി പണിയൊന്നുമില്ല. വൈകുന്നേരം പിന്നെ ആരും ചായ കുടിക്കാനുണ്ടാവില്ല. ഞാൻ പിന്നെ മഗ്‌രിബൊക്കെ നിസ്കരിച്ചിട്ട് കുറച്ച് കട്ടൻ ചായ ഇട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് തന്നിട്ട് ചായ കുടിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നിങ്ങളിത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അസ്സലാമു അലൈക്കും.